ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞിട്ട് ഇതുപോലെ മുറിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ചതുര കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി അത്യാവശ്യം ചൂട് കട്ടിയുള്ള ഒരു പാന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്കൊരു 1.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ പീസ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉരുളക്കിഴങ്ങിൻ്റെ പീസുകളെല്ലാം ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഒരു പാനിൽ ഉരുളക്കിഴങ്ങിൻ്റെ പീസുകൾ ഒരു തട്ടുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഇതാ കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഉരുളക്കിഴങ്ങ് അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടും വന്നിട്ടുണ്ട്, എന്നാൽ പുറംഭാഗം ചെറുതായിട്ടൊരു മുരിഞ്ഞ രീതിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം ഇങ്ങനെ നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ ഉരുളക്കിഴങ്ങ് ഉടഞ്ഞു പോകുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങ് എല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെല്ലാം ഇങ്ങനെ സൈഡിലേക്കൊന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ട് ഈ ഒരു നടുഭാഗം ഒഴിവാക്കി വെക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഈ നടുഭാഗത്തേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇതിൽ തന്നെ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കേണ്ട, ഇല്ലെങ്കിൽ നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പെരിഞ്ജീരകം ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ ചിക്കൻ മസാലയും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ ഒരു വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് തന്നെ ഇതൊന്ന് വഴറ്റി അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിയതിന് ശേഷം പിന്നെ മൊത്തത്തിൽ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു മസാലയ്ക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് എടുക്കുന്നതിൻ്റെ അളവിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്ന് മുരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 2 നുള്ളു കസൂരി മേത്തി ഒന്ന് പൊടിച്ചിട്ട് കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് തിരുമ്മിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ ചോറിൽ കൊടുത്ത് വിടാനും അതുപോലെ ചപ്പാത്തിയിലേക്കും ദോശയിലേക്കൊക്കെ അടിപൊളിയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്